മീതുവിന്റെ ഡാഡി മരിച്ച വകയിലുള്ള ഇൻഷുറൻസ് തുകയും മറ്റും? അത് വലിയൊരു സംഖ്യയുണ്ട്. അവിടുന്ന് ഞാൻ അതൊക്കെ മീതുവിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. അവളുടെ അക്കൗണ്ടിലാ തുകയുള്ളത്. ഓക്കെ ആന്റി, എല്ലാം സേഫ് ആണെന്ന് അറിഞ്ഞാൽ മതി. ആന്റിക്കും മീതുവിനും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാലേ എനിക്ക് സമാധാനമാവും. അല്ല ആന്റി, മുമ്പ് റോഡിൽ വെച്ച് മീതുവിനെ അപകടപ്പെടുത്താൻ ഒരു രാജപ്പൻ ശ്രമിച്ചില്ലേ? ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനോ മറ്റാണോ അയാൾ അതിന് മുതിർന്നത്? ഏയ്, അതെങ്ങനെ തട്ടിയെടുക്കാൻ? പണം അവളുടെ അക്കൗണ്ടിലല്ലേ. അല്ല, ഭീഷണിപ്പെടുത്തി ചെക്ക് ഒപ്പിടിച്ചു വാങ്ങി തുക തട്ടിയെടുക്കാലോ. എന്തായാലും ഇനി മുതൽ ഞാൻ അയാളെ ശ്രദ്ധിച്ചോളാം. അല്ല, എത്ര കാണും ഇൻഷുറൻസ് തുക? 95 lakhs. ഓക്കെ ആന്റി, ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ മീതുവിന്റെ സംരക്ഷണം എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റും. കല്യാണം കഴിയുന്നതോടെ ഒക്കെ എന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താ മീതുവിന് അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടും, അല്ലേ ആന്റി? ശരിയാ. ആ വന്നോ? വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞേ ഞെളിഞ്ഞു പിടിച്ച് നടന്നാ പോരാ, സ്വന്തം വീട്ടിൽ നടക്കുന്ന കൂടി അറിയണം. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടെന്തിനാ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്ത് സംഭവിച്ചെന്ന് അമ്മച്ചി പറഞ്ഞു വരുന്നേ? ഇതിനേക്കാളും വലുത് എന്നെ ഉണ്ടാവാനാ. കൊച്ചിനെ വേണോന്നും പറഞ്ഞ് ടീന വന്ന് ബഹളം ഉണ്ടാക്കി. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വീട്ടിൽ വന്ന് ആർക്കും ബഹളം ഉണ്ടാക്കാലോ. ഞാനൊരുത്തി എന്നാ ചെയ്യാനാ? അവളുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അതിനെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കി. അതിന് അമ്മച്ചിക്ക് ഇത്ര വിഷമം എന്തിനാ? അവളുടെ സ്വന്തം കുഞ്ഞല്ലേ, കാണണമെന്ന് തോന്നുമ്പോ കണ്ടേച്ച് പൊയ്ക്കോട്ടെ. കാണണമെങ്കിൽ അവള് പള്ളി വരണം. മേടയെ വെച്ച് അച്ഛന്റെ അനുവാദത്തോടെ കണ്ടേച്ചു പൊക്കോണം. അല്ലാതെ വീട്ടിൽ കയറി വന്ന് കയ്യേറ്റം കാണിച്ചാലേ തിരിച്ചു കാണിക്കാൻ അന്നാമ്മയ്ക്കും അറിയാം. ഈ വീട്ടിൽ ഇതൊക്കെ നടക്കൂ. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ടീന ഇപ്പൊ അടി എണ്ണിയനെ. അതെങ്ങനാ? ആണൊരുത്തനുണ്ട്, പറഞ്ഞിട്ടെന്താ? ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുകയല്ല. കുഞ്ഞിനെ ടീനയ്ക്ക് കൊടുക്കണമെന്ന് അമ്മച്ചി പറയുന്നത് ദൈവം കേട്ട് കാണും. അതാ കുഞ്ഞിനെ എടുക്കാൻ അവള് വന്നേ. അതേടി, ദൈവം കേട്ട് കാണും. ഒരു കണക്കിന് കൊച്ചിനെ ടീന വളർത്തുന്നതാ നല്ലത്. നോക്കാനും കാണാനും ആരുമില്ലാത്ത അനാഥ കുഞ്ഞിനെ പോലെയല്ലേ അതിവിടെ വളരുന്നത്. ബോബനില്ലാത്തപ്പോ അതിനിത്തിരി സ്നേഹം കൊടുക്കാൻ ഇവിടെ ആരാ? ഈ വീട്ടിൽ കയറി വന്ന അവള് ബലമായി കുഞ്ഞിനെ കൊണ്ടുപോകാൻ നോക്കിയതേ നിന്റെ പിടിപ്പുകേട് കൊണ്ടാ. പറഞ്ഞു പറഞ്ഞ് എന്റെ മേൽ കുതിര കയറണ്ട. ആരുമില്ലാത്ത നേരത്ത് അവളെ വീട്ടിൽ വിളിച്ചു കയറ്റി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് എന്നെ കണ്ടപ്പോ വിഷയം മാറ്റുന്നോ? ഇവിടെ വിഷയം ഒന്നേ ഉള്ളൂ. നിന്റെ കൂടെ ബോബൻ കുറെ നാളായല്ലോ പൊറുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടൊരു കുഞ്ഞിക്കാല് കാണിച്ചു തരാൻ നിനക്ക് പറ്റിയോ? അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ടീന കൊണ്ടുപോയാലും വിഷമമില്ലായിരുന്നു. വല്ലവന്റെയും കൊച്ചിനെ ബോബൻ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുമ്പോഴും ഞാനൊന്നും പറയാത്തതേ അവന് കൊച്ചുണ്ടാകാൻ വിധിയില്ലാത്തത് കൊണ്ടാ. അവനെ ഓർത്താ ഞാനല്ലേ ഒതുക്കി പിടിക്കുന്നേ. എങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ബോബനെ ഓർക്കാത്തെ? കുഞ്ഞിനെ ടീന കൊണ്ടുപോയി കഴിയുമ്പോ ബോബനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനായിരിക്കും അമ്മച്ചിയുടെ പ്ലാൻ. ബോബനെ കൊണ്ട് വേറെ കെട്ടിക്കാനൊക്കെ എനിക്കറിയാം. അവൻ കെട്ടുകയും ചെയ്യും. അതിന് നിന്റെ അനുവാദം ഒന്നും വേണ്ട. ഒരു പെറാമച്ചി എന്നും കണി കാണുന്നത് തന്നെ ദോഷ. വല്ല അനാഥാലയത്തിലോട്ടും പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. എങ്കിൽ പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ എന്റെ മാതാവേ. ആ ഡോക്ടറായിരുന്നു, വന്നാട്ടെ. സോഫി എവിടെ? സോഫി പുറത്തോട്ട് പോയിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഡോക്ടറെ? ആ, കാണേണ്ട കാര്യമുണ്ടായിരുന്നു. എവിടെ പോയതാ? അതറിയാമേല. എവിടെയെങ്കിലും പോകുമ്പോന്നും പറഞ്ഞിട്ട് പോവുകയില്ല. ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ആരെ കണ്ടാലും മിണ്ടാൻ പോലും മടിയാ. എന്നതാണെന്ന് അറിയത്തില്ല. അതൊക്കെ ജോയ്ക്കുട്ടി വിചാരിച്ച മാറ്റിയെടുക്കാൻ പറ്റും.
ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് സോഫിക്ക് നല്ലൊരു മാറ്റം വേണമെങ്കിൽ ജോയ്ക്കുട്ടി തന്നെ വിചാരിക്കണം. ഒറ്റപ്പെട്ടു പോകുമ്പോൾ മനസ്സിൽ തോന്നുന്ന പേടികളാ സോഫിയുടെ ഉള്ളില്. ഒക്കെ സോഫി ചുമ്മാ ഊഹിച്ചുണ്ടാക്കുന്നതാണ് ഡോക്ടറെ. എപ്പോഴേലും ഞാനൊന്ന് മറുത്ത് പറയുന്നല്ലാതെ വേറൊന്നുമില്ല. സാഹചര്യങ്ങൾ നോക്കി വേണ്ടേ മറുത്ത് പറയാൻ. എത്രയെന്നും പറഞ്ഞാൽ ഓരോന്ന് കേട്ടിരിക്കുന്നത്. വഴക്ക് പറഞ്ഞാലും സ്നേഹത്തോടെ പറഞ്ഞാലും അതൊക്കെ പങ്കയ്ക്ക് വേണ്ടിയാണെന്ന് സോഫി സ്വയം അങ്ങ് തീരുമാനിക്കും. ഡോക്ടർക്ക് അറിയാൻ മേലാത്തതല്ലോ സോഫിയുടെ സ്വഭാവം. കുതിരയ്ക്ക് കൊമ്പെന്ന പിടിവാശിയാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കുകയില്ല. കരുമനോ ചിഹ്നമോ ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ അതൊക്കെ പങ്കി പറഞ്ഞു വിട്ടിട്ടാണെന്നാ വിചാരം. ജോയ്ക്കുട്ടി പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നമുക്കിനി താമസിക്കണ്ട, തിരുവനന്തപുരത്തേക്ക് പോവാന്ന് സോഫി തീരുമാനിച്ചു തന്നെ ജോയ്ക്കുട്ടിക്ക് പങ്കിയെ പിരിയാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാ. സോഫിയെ പോലൊരു സ്ത്രീ പിന്നെ എങ്ങനെ പ്രതികരിക്കണ്ടേ? സോഫി പോട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കും. ആ പാവം പങ്കിയോ? പങ്കിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ. അത് ജോയ്ക്കുട്ടിക്ക് എങ്ങനെ അറിയാം? പങ്കിയോട് നീതി കാണിക്കാൻ ജോയ്ക്കുട്ടിക്ക് കഴിയുന്നുണ്ടോ? സോഫിയെ പേടിച്ചിട്ടാണോ അതോ പങ്കിയെ കാണാതിരിക്കാൻ മറ്റു വല്ല കാരണമുണ്ടോ? അങ്ങനൊന്നുമില്ല. പങ്കിയെ 1-2 പ്രാവശ്യം കാട്ടിപ്പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ അടുത്ത് അവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഇങ്ങനെയുള്ള സമയത്ത് വേണ്ടേ ജോയ്ക്കുട്ടി പങ്കിക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ? സ്നേഹവും പരിചരണവും ആവശ്യമുള്ള സമയ പങ്കി അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജോയി ഒന്നും കണ്ടില്ല നടിക്കുക. അത് ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്നാ കണ്ടില്ലെന്നാ? ഒന്നും കാണാത്തതുപോലെയാ ജോയ്ക്കുട്ടി പെരുമാറുന്നേ. അറിയാമോ, ആരൊക്കെ നിർബന്ധിച്ചിട്ടും പങ്കി ആശുപത്രി പോകുന്നില്ല. പ്രസവിക്കാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പ്രായം തെറ്റിയുള്ള ഗർഭധാരണം ശ്രദ്ധയോടെ നോക്കിയില്ലെങ്കിൽ കുഞ്ഞിനോ തള്ളയ്ക്കോ പ്രശ്നമുണ്ടാവും. ഇതൊക്കെ ചിന്നു പറഞ്ഞായിരുന്നു. ചിന്നുവിനോടും കരുമനോടും പങ്കി നോക്കാൻ ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പോയി കണ്ട് അവരുടെ കാല് പിടിച്ചതാ. അതുപോരാ, വീണ്ടും ജോയ്ക്കുട്ടി പോയി നേരിട്ട് കാണണം. പണമില്ലെന്ന് കരുതി വിഷമിക്കരുത്. പങ്കിയെ ഞാൻ ചികിത്സിച്ചോളാം. എന്റെ ക്ലിനിക്ക് വരെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. ജോയി തന്നെ നിർബന്ധിച്ച് അവളെ അവിടെ കൊണ്ടുവരണം. സോഫി അറിഞ്ഞ അതൊക്കെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. സോഫിയെ പേടിച്ച് പങ്കിയുടെ ജീവൻ നഷ്ടപ്പെടുത്തണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സോഫിക്ക് കുറ്റബോധം തോന്നില്ലേ? വേണ്ട ഡോക്ടറെ, ഞാൻ ചെന്ന് പറയാം. ഡോക്ടറെ വന്ന് കാണാൻ ഞാൻ നിർബന്ധിക്കാം. വേണമെങ്കിൽ കാല് പിടിക്കാം. ഇനിയിപ്പോ സോഫി അറിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. പങ്കിക്ക് വേണ്ടത് ഇപ്പൊ ജോയ്ക്കുട്ടിയുടെ സ്നേഹമാ. ആരും ഇല്ലാതായാൽ ചിലപ്പോ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് വരാം. അത് താങ്ങാൻ ജോയ്ക്കുട്ടിക്ക് പറ്റുമോ? ഇല്ല ഡോക്ടറെ, എൻ്റെ പങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ചത്തുകളയും. എനിക്കെൻ്റെ പങ്കിയാ വലുത്. അവളെ എനിക്ക് തിരിച്ചു വേണം ഡോക്ടർ സാറേ. തിരിച്ചു വരും. പക്ഷേ തിരിച്ചു വരുന്നവരെ ജോയ്ക്കുട്ടി പങ്കിയെ ചെന്ന് വിളിക്കണം. ജോയ്ക്കുട്ടി പങ്കിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ പങ്കിയും ജോയ്ക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവർ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അകന്നു പോകരുത്. എന്ത് വിഷമം മനസ്സിനുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കണം. ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിന്റെ നൊമ്പരം എന്നെ പോലുള്ളവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ ജോയ്ക്കുട്ടി പോയി പങ്കിയെ വിളിച്ചുകൊണ്ട് വരണം. ഞാൻ ചെന്ന് വിളിക്കാം. ഞാൻ എൻ്റെ പങ്കിയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം ഡോക്ടർ സാറേ. എനിക്ക് അവളെൻ്റെ ജീവനാ ഡോക്ടറെ. ആ ചേച്ചി, ഇന്നെന്താ ഓഫീസില്ലേ? ഉണ്ടല്ലോ. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം മുന്നിൽ വന്നപ്പോ ഓഫീസ് കാര്യം മാറ്റിവെച്ചിങ്ങി പോന്നു. എന്താ സെലീന ചേച്ചി? പാർവതി ആന്റി പുറത്തു പോയിട്ട് വന്നോ? ഇല്ല, സോഫിയന്റെ കാണണമെന്ന് പറഞ്ഞു പോയതാ. എന്നെ വിളിച്ചിരുന്നു പോകും മുമ്പ്. ഞാൻ ഇപ്പൊ വന്നത് നിന്നോട് മാത്രം അല്പം സംസാരിക്കാനാ. എന്താ മോളെ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നിനക്കെന്തോ ഭയങ്കര പ്രശ്നമുണ്ടെന്നാ പാർവതി ആന്റി വിളിച്ചു പറഞ്ഞേ. സോ ഐ എം ഹിയർ. നിതിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് നീ ആന്റിയോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പിക്ചർ അല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും എന്റെ മനസ്സിലുണ്ടാക്കിയത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ.
ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ പരസ്പരം തീരുമാനിച്ചതല്ലേ? എന്നിട്ടിപ്പോ എന്താ ഈ നിഷേധം? ചേച്ചി, ഒരാളെ ശരിക്കും മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പോ ആദ്യം അയാളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലെന്നാണ് ചേച്ചി പറയുന്നത്? ഒരിക്കലും അല്ല. നിന്റെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം നിനക്ക് തന്നെയാ. പക്ഷേ ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുമ്പോ, കല്യാണം പോലുള്ള പ്രധാന കാര്യം വരുമ്പോ വീട്ടുകാരുടെ ആശയ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവില്ലേ മോളെ? അത്രേ ചേച്ചി പറയുന്നുള്ളൂ. എന്താ, ശരിയല്ലേ? ഉം. എങ്കിൽ ചേച്ചിയോട് പറ, വാട്ട്സ് റോങ് വിത്ത് നിതിൻ? നിതിൻ എന്നെ സ്നേഹിക്കുന്നില്ല ചേച്ചി. എന്റെ സ്വത്തിലും പണത്തിലും നിതിന്റെ കണ്ണ്. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? എനിക്കത് മനസ്സിലായി. ഇൻഡയറക്റ്റായി നിതിൻ അത് പറയുകയും ചെയ്തു. എന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ ചേച്ചി ഞാൻ ജീവിക്കുക? സ്വത്തും പണവും കിട്ടിക്കഴിയുമ്പോ നിതിൻ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പണം കൈക്കലാക്കി കഴിഞ്ഞ് എന്നെ കൊന്നുകളയില്ലെന്ന് എന്താ ഉറപ്പ്? ഒക്കെ നിന്റെ തോന്നലായിക്കൂടെ? അല്ല, ഐ എം ഷുവർ. പക്ഷേ പാർവതി ആന്റി പറയുന്നത് വേറൊന്നാ. നിന്റെ മനസ്സ് ഇപ്പോഴും കരിമന്റെ പുറകെയാണെന്ന്. ദേ നോക്കുമോളെ, ഈ കുടുംബത്തിന്റെ അന്തസ്, അപ്പൂപ്പന്റെ മനസ്സ്, നിന്റെ മമ്മിയുടെ വേദന, ഇതൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നീ ചിന്തിക്കാനേ പാടില്ല. നീ ഇപ്പോ ഏതോ ഒരു ഫാന്റസിയുടെ ലോകത്താ. കം ബാക്ക് ടു ദ റിയാലിറ്റി. നിന്റെ മമ്മിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. എന്റെ മോളത് മറക്കരുത്. ചെറുപ്പത്തിന്റെ ചാബല്യമായി കരുതി കരിമന്റെ കാര്യം മനസ്സിൽ നിന്ന് കളയും. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ചേച്ചി നിന്റെ മമ്മിയൊക്കെ പറയുന്നേ. ജീവിതകാലം മുഴുവൻ നരകിക്കാൻ വേണ്ടി നിന്നെ എങ്ങനെ കൈവിട്ട് കളയാൻ ഞങ്ങൾക്ക് പറ്റൂ? മോളെ, ഈ ചേച്ചിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ പേരിൽ എടുത്തിയാടിയ എന്താ സംഭവിക്കാന്ന് ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. അത്തരം ദുരന്തങ്ങൾ എന്റെ അനിയത്തിക്ക് ഉണ്ടാവരുത്. നിന്റെ അമ്മയും അർജുനും വലിച്ചനും കൂടി തീരുമാനിച്ച ഈ ബന്ധം ഇനി വേണ്ടെന്ന് വെക്കരുത്. അവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്താ പ്രയോജനം? അതുകൊണ്ട് ബി എ ഗുഡ് ഗേൾ. ഈ വിവാഹം നടക്കണം. ഓക്കെ, കം ഓൺ, ചിയർ അപ്പ്. എന്താ, ഞാനിവിടെ നിൽക്കുന്നോണ്ടാണോ ആരും ഒന്നും മിണ്ടാത്ത? എങ്കിൽ ഞാൻ മാറിത്തരാം. ചിന്നു അവിടെ നിൽക്ക്. പങ്കി, നീ വേണേൽ എന്നെ തല്ലിക്കോ. നിന്നോട് ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. നിനക്കറിയാലോ, എന്നേക്കാൾ വലിയൊരു വല്ലതും പറഞ്ഞാൽ അതിനെതിരെ നിൽക്കാൻ എനിക്ക് തോന്നുകയല്ല. അത്രയ്ക്കുള്ള ബുദ്ധി എനിക്കുള്ളൂ. അത് നിനക്കറിയാലോ. എന്നിട്ടും എന്നാത്തിനാ പങ്കി നീ എന്നോട് ഇങ്ങനെ പക കാട്ടുന്നേ? ജോയങ്കിൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പങ്കേന്റെ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെന്തേലും പറ പങ്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്തൊന്നും അറിയാനാ? എന്നാ വേണേലും പറഞ്ഞോ, കേട്ടോളാം ഞാൻ. ജോയങ്കിൾ വന്ന കാര്യം പറ. പങ്കി, നീരേട്ടിലെ പാർവതി ഡോക്ടർ അവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുറന്നിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ചികിത്സിച്ച് പരിചയമുള്ളതാ. അതുകൊണ്ട് നീ പാർവതി ഡോക്ടറെ പോയി കാണണം. നല്ല ചികിത്സ കിട്ടും നിനക്ക്. ഇത് എന്ത് വർത്താനാ ജോയങ്കിളെ പറയുന്നേ? പങ്കേന്റെ എങ്ങനെയാ ഒറ്റയ്ക്ക് അവിടം വരെ പോകുന്നേ?
അങ്കിള് തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. അതിപ്പോ ചിന്നു കൂടെ പോകത്തില്ലയോ? ഞാനാണോ പങ്കിയാനിയുടെ ഭർത്താവ്? അതല്ല, ഞാൻ പങ്കിയെ കൊണ്ട് പാർവതി ഡോക്ടറെ പോയി കണ്ട അത് സോഫി അറിയും. പിന്നെ അത് വലിയ ഗുലുമാലാവും ചിന്നു. പങ്കി, പങ്കിയാന്റി, ആന്റി. ആന്റി ഒന്ന് മയപ്പെട്ട് വന്നതായിരുന്നു, അപ്പോഴേക്കും കുളവാക്കി. സോഫി അറിയും പോലും. അറിഞ്ഞാലെന്താ, തല വെട്ടിക്കളയൂ. ഞാൻ എന്നാ ചെയ്യാനാ ചിന്നു? അവക്ക് എന്നോട് വലിയ ദേഷ്യ. ഇല്ല, ഒരു ദേഷ്യമില്ല. ഒരുപാട് സ്നേഹിച്ച എന്റെ ദുഃഖമാ പങ്കിയാന്റിക്ക്. ഇല്ല, അവക്ക് സംശയ രോഗ ചിന്നു. ചികിത്സിച്ചാലേ അത് മാറൂ. സംശയരോഗം എങ്ങനെ ഉണ്ടായി? ചുമ്മാതൊരു ദിവസം ഉണ്ടാവത്തില്ലല്ലോ. എത്ര നാൾ ഒന്നിച്ചു കഴിഞ്ഞതാ. പാവം പങ്കിയാന്റി. ആ മനസ്സില് സംശയത്തിന്റെ തീ കോരി ഇട്ടത് ജോയിയങ്കിള് തന്നെയാ. ജോയിയങ്കിളിനോട് ഇത്തിരി കൂടുതൽ സ്നേഹമായി പോയി. അതാണോ പങ്കിയാന്റിയുടെ കുറ്റം? അങ്ങനെ സ്നേഹിക്കുന്നവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവരായിരിക്കണം കൂടെ താമസിക്കേണ്ടത്. അല്ലാതെ സ്നേഹം മനസ്സിൽ വെച്ച് പുഴുങ്ങി തിന്നാനുള്ള കാട്ടുകിഴങ്ങല്ല. പങ്കിയാന്റിയെ പോലുള്ള ഒരു കെട്ടിയോളെ കിട്ടണമെങ്കിൽ ഒരു പുരുഷൻ 3 ജന്മം തപസിരിക്കണം. പക്ഷെ ജോയിച്ചാന് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായി പോയി.